നമസ്കാരം. നമ്മുടെ കാരണഭൂതന് കലിയിളകി തുടങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കും തോറുമാണ് ഈ കലിയിളകൽ കൂടുതലാകുന്നത്. അപ്പോഴിനിയും ചിലപ്പോൾ പല മണ്ഡലങ്ങളിലും പലതരത്തിലുള്ള പദപ്രയോഗങ്ങളും ഒക്കെ വരും. ഇപ്പോൾ അദ്ദേഹം രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് പെയ്ഡ് സർവേകളാണ് പുറത്തു വിടുന്നതെന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ടെന്നാണ് കാരണഭൂതൻ്റെ പറച്ചിൽ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടാണ് സർവേ ഫലം പുറത്തുവിടുന്നത്. പ്രത്യേക രീതിയിലാണ് സർവേ വരുന്നതെന്നും ഇതിനെ പെയ്ഡ് ന്യൂസ് എന്നും പറയാമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് ഇവിടെ മലപ്പുറത്ത് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കെ ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം ശുദ്ധ തെമ്മാടിത്തമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇദ്ദേഹം ഏതെല്ലാം തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 2014 NK പ്രേമചന്ദ്രനെതിരെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പരനാറി പ്രയോഗം നടത്തി. അന്ന് പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചത് MA ബേബി ആയിരുന്നു. വലിയ സാംസ്കാരിക നായകനാണ്. ആ സാംസ്കാരിക നായകനെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ പരനാറി പ്രയോഗം നടത്തിയത്. അതോടുകൂടി പ്രേമചന്ദ്രൻ്റെ വിജയം ഉറപ്പായി. 2019 നമ്മൾ കേട്ടതും കണ്ടതുമാണ് ആവർത്തിച്ച പദപ്രയോഗം. അപ്പോൾ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം 1,38,000 ഉയരുകയും ചെയ്തു. അപ്പോൾ വടകരയിൽ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്നത് സൈബർ ആക്രമണമെല്ലാം ശുദ്ധ തെമ്മാടിത്തമല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളതാണോ എന്നാണ് ചോദിക്കുന്നതിന്. ഇതിനെതിരെ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ രംഗത്ത് വരേണ്ടതല്ലേ എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചാരണം നടത്താൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായ സാംസ്കാരിക നീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത്? എത്രയെത്ര പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള കാരണഭൂതനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? കുലംകുത്തി പദപ്രയോഗം. ബിഷപ്പുമാരെ വിളിച്ചത് എന്താണ്? നികൃഷ്ട ജീവി. എനിക്ക് തോന്നുന്നു കാരണഭൂതൻ്റെ ഈ പദപ്രയോഗങ്ങളെല്ലാം തന്നെ ഒരു സമാഹരിച്ചു കഴിഞ്ഞാൽ അതൊരു പുസ്തകമാക്കി മാറ്റാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ശൈലജയ്ക്കെതിരെ വന്നു കഴിഞ്ഞപ്പോൾ CPMകാർക്ക് കലിയിളകി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അറ്റാക്ക് നടത്തുന്ന ആളുകളെയും അവരുടെ ചെയ്തികളെയും ആ ശൈലിയെയും തള്ളിപ്പറയാൻ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടിയെന്നാണ് ചോദിക്കുന്നത്. ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ UDFന് വ്യക്തമായ നിലപാടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. സ്വന്തം പാർട്ടിയുടെയും ലീഗിൻ്റെയും പതാക ഉയർത്തി വോട്ട് ചോദിക്കാൻ അവർക്കാകുന്നില്ല. BJPയെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താല്പര്യമില്ലെന്നാണ് മുഖ്യൻ പറയുന്നത്. മത്സരം അധികാരത്തിന് വേണ്ടി മാത്രമായി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് അവസാനിക്കുന്നില്ല. കേരളത്തിൽ ഇത് തുടങ്ങിയതായി നമ്മുടെ കാരണഭൂതൻ പറയുന്നു. തുടങ്ങിയതല്ല, നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി UDF നോമിനിയായി കാലിക്കറ്റ് VC ആയ ആളാണ്. കണ്ണൂർ, പത്തനംതിട്ട, എറണാകുളം, മാവേലിക്കര മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ UDFൻ്റെ സംഭാവനകളാണ്. BJPക്ക് കേരളത്തിൽ 4-1 സ്ഥാനാർത്ഥികളെ നൽകിയത് UDF ആണെന്നാണ് മുഖ്യൻ പറയുന്നത്.